നമസ്കാരം, ചലഞ്ചറാപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് നോക്കുന്നത് കറണ്ട് അഫയേഴ്സിൽ ഇനി വരുന്ന എക്സാംസിൽ നമ്മൾ ഏതൊക്കെ ടോപ്പിക്കാണ് മെയിൻ ആയിട്ട് നോക്കിയിട്ട് പോകേണ്ടത് എന്നുള്ളതാണ്. അപ്പം ഈ അടുത്ത് വരുന്ന എക്സാംസിലൊക്കെ നമ്മൾ കണ്ട് വളരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ വരും, നമ്മൾ എവിടുന്ന് പഠിക്കണം, ഏതൊക്കെ പഠിച്ചിട്ട് പോകണം എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും. അപ്പൊ അതിൽ നമ്മൾ ഇന്ന് നോക്കുന്നത് ഏതൊക്കെ ടോപ്പിക്ക് നന്നായിട്ട് പഠിച്ചിട്ട് പോകണം. കറണ്ട് അഫയേഴ്സ് ഇപ്പോൾ 10th പ്രിലിംസിനാണെങ്കിൽ ഒരു 20 മാർക്കിനോളം കറണ്ട് അഫയേഴ്സ് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ LGS കഴിഞ്ഞപ്പോൾ അറിയാം വളരെയധികം അപ്ഡേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇനി വരുന്ന 10th പ്രിലിംസ് ആയിക്കോട്ടെ, LGSന്റെ അടുത്ത ഘട്ടങ്ങളായിക്കോട്ടെ, പിന്നെ ഡിഗ്രി പ്രിലിംസ് വരുന്നുണ്ട്. അപ്പൊ ഇതിനെല്ലാം നമ്മൾ നോക്കിയിട്ട് പോകേണ്ട മെയിൻ ആയിട്ടുള്ള ടോപ്പിക് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇനിയും ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പൊ ഇനി ഇതുപോലുള്ള വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് നോക്കിയിട്ട് പോകേണ്ട ഹോട്ട് ടോപ്പിക്സ് ആണ് നമ്മൾ ഇന്ന് പറയുന്നത്. അപ്പൊ കുറെ പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും, അത് പഠിച്ചു ഇത് പഠിച്ചു പക്ഷെ അത് വന്നില്ല ഇത് വന്നില്ല എന്ന് ഒരുപാട് പേര് കംപ്ലൈന്റ് ചെയ്തു. എന്തൊക്കെയാ പഠിക്കേണ്ടത്, മെയിൻ ആയിട്ട് നോക്കേണ്ടത്? ഇതൊന്നും അല്ലാതെ, ഇത് മെയിൻ ആയിട്ട് കുറച്ച് ടോപ്പിക് ആണ് പറഞ്ഞത്. ഇതൊന്നും അല്ലാതെ കുറച്ച് റാൻഡം കറണ്ട് അഫയേഴ്സ് ഉണ്ട്, അതും നോക്കണം. അപ്പൊ അത് നമുക്ക് വരുവോ ഇല്ലേ എന്ന് ഉറപ്പ് വരാമല്ല. ഇത് എന്താണ്, എന്തായാലും നമുക്ക് ചോദിക്കുമോ എന്നുള്ള ഉറപ്പുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമതായിട്ട് നൊബേൽ പ്രൈസ് ആണ് കേട്ടോ. നൊബേൽ പ്രൈസ് 2023 ഇതുവരെ ചോദിക്കുകയായിരുന്നു. അപ്പോൾ 2024 നൊബേൽ പ്രൈസ് പബ്ലിഷ് ചെയ്തതിന് ശേഷം ഇപ്പൊ ചോദിക്കുന്നത് നൊബേൽ പ്രൈസ് 2020. അത് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക, പേരുകൾ പഠിച്ചു വയ്ക്കുക, ഏതൊക്കെ ടോപ്പിക്കിനാണ് അവർക്ക് കിട്ടിയത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട്. പേരുകൾ ചിലപ്പോൾ ചിലതിൽ 3 പേരായിരിക്കും, ചിലതിൽ 2 പേര്, ചിലതിൽ ഒരാള്. അപ്പം ഓരോരുത്തരുടെ പേരൊക്കെ വെച്ചിട്ട് എങ്ങനെ വേണോ ക്വസ്റ്റ്യൻ ചോദിക്കാം. അവിടുന്ന് ഇവിടുന്ന് കറക്റ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അരച്ച് കലക്കി കുടിച്ചിട്ട് പോവുക പേരുകൾ. അപ്പൊ ഞാനിത് ഈ പറഞ്ഞിട്ടുള്ള ടോപ്പിക്കുകളെല്ലാം, മെയിൻ ആയിട്ടുള്ള ടോപ്പിക്കുകളെല്ലാം വളരെ കുറച്ച് മാത്രമേ ചെയ്യാത്തേ ഉള്ളൂ. ബാക്കി എല്ലാ ടോപ്പിക്കുകളും നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പം ഒരു സംഭവം പഠിക്കുമ്പോൾ ഇത് കിട്ടിയ ഇന്ന വൈദ്യശാസ്ത്രത്തിന് ഇന്ന ആൾക്ക് കിട്ടി, ശാസ്ത്രതന്ത്രത്തിന് ഇന്ന ആൾക്ക് കിട്ടി എന്ന് പഠിച്ചു പോകുന്നതിനേക്കാളും അവർക്ക് എന്തിന് കിട്ടി എന്ന് കറക്റ്റ് ആയിട്ട് വെറുതെ ഒരു ക്വസ്റ്റ്യൻ പഠിക്കുന്നതിൽ കറക്റ്റ് ആയിട്ട് ആ ടോപ്പിക്ക് മൊത്തമായിട്ട് അങ്ങ് പഠിച്ചു പോകും. അപ്പം നൊബേൽ പ്രൈസ് അതങ്ങ് മൊത്തമായി പഠിക്കാം. അടുത്ത ഒളിമ്പിക്സ് 2024 ഒളിമ്പിക്സും ഉണ്ട്, പാരാലിമ്പിക്സും ഉണ്ട്. ഇതിന്റെ എല്ലാത്തിന്റെയും വീഡിയോ സെപ്പറേറ്റ് ആയിട്ട്. അപ്പൊ ഒരു 14 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 20 മിനിറ്റിനകത്ത് വരുന്ന വീഡിയോസ് ആണ് എല്ലാം കണ്ടിട്ട് പോകും. അപ്പൊ ഒളിമ്പിക്സ് എന്ന് പറയുമ്പോൾ ഇന്ത്യക്ക് കുറച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ മെഡൽ നിലകൾ എത്ര, അവരിപ്പോ നീരജ് ചോപ്ര ആണെങ്കിൽ എറിഞ്ഞ സെന്റിമീറ്റർ ഒക്കെ കഴിഞ്ഞ LGSന് ചോദിച്ചിട്ടുണ്ട്. അത് ചോദിച്ചിട്ട് അത് ഫസ്റ്റ് കിട്ടിയത് ആർക്കെന്നാണ് ചോദിച്ചത്, പാകിസ്ഥാൻ ഒരു പ്ലെയർക്ക് കിട്ടി. അതാണ് ഇന്നലെ നടന്ന LGSന് ചോദിച്ചിരുന്നത്. അതുപോലെ ഒളിമ്പിക്സിന് ഇപ്പൊ മനു ബാക്കർ അത് ഒന്നാമതായിട്ട് കിട്ടിയത് ആർക്ക്, അങ്ങനെ വെള്ളി കിട്ടിയത് ആർക്ക്, അങ്ങനെ ഒരുപാടുണ്ട്. അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പഠിക്കണം. അപ്പൊ ഒളിമ്പിക്സിന്റെ പാരാലിമ്പിക്സിന്റെ കംപ്ലീറ്റ് ഉള്ള വേദികള്, ഫ്ലാഗ് ബെയറർ ആരാണെന്ന് എല്ലാം പഠിച്ചിട്ട് പോവുക. പിന്നെ പഠിക്കേണ്ട മെയിൻ ആയിട്ടുള്ളതാണ് പ്രധാന പദവികള്. കേരളത്തിന്റെയും പഠിക്കുക, ഇന്ത്യയുടെയും പഠിക്കുക. നമ്മൾ അതിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് നമ്മൾ ഒരു മാസം 2 മാസം മുന്നേ ചെയ്താണ്. അതിൽ കുറച്ച് കാര്യങ്ങൾ അപ്ഡേറ്റഡ് ആയിട്ടുണ്ട്. ചിലരൊക്കെ പുതിയ ആൾക്കാർ മാറി വന്നിട്ടുണ്ട്. ആ മാറി വന്നത് നമ്മൾ മന്ത്ലി കറണ്ട് അഫയേഴ്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അതിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കണ്ടുപോകുക. പ്രധാന പദവികൾ പഠിക്കാതെ പോകരുത്. പ്രധാന പദവികൾ കേരളത്തിന്റെയും പഠിക്കുക, ഇന്ത്യയുടെയും പഠിക്കുക. രണ്ടിലും മാറ്റം സംഭവിച്ചു. നമ്മളൊരു 2 മാസം മുന്നേ ചെയ്ത വീഡിയോ ആണ്. അതിൽ നിന്ന് ഒരുപാട് മാറ്റം സംഭവിച്ചിട്ടുണ്ട്. കുറെ പേര് ആക്ടിങ് ആയിരുന്നു, അവര് പെർമനന്റ് ആയിട്ടുണ്ട്. പിന്നെ മാറിയിട്ട് വേറെ ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പൊ അത് കൃത്യമായി പഠിച്ചു പോവുക. പിന്നെ പഠിക്കേണ്ടതാണ് കുറച്ച് പദ്ധതികളാണ് കേട്ടോ. ആരോഗ്യക്ഷേമ പദ്ധതികളുണ്ട്, സർക്കാർ പദ്ധതികൾ. ഇത് മൂന്ന് വീഡിയോ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ആരോഗ്യക്ഷേമ പദ്ധതികൾ ആ വീഡിയോയിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ പ്രാവശ്യവും ഓരോ മാസവും ഒരുപാട് പദ്ധതികൾ നമ്മുടെ സർക്കാർ ഇറക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാരും കേരള സർക്കാരിനെയാണ് നമ്മൾ കൂടുതലായിട്ട് നോക്കുന്നത് അല്ലെ. അപ്പം ആരോഗ്യക്ഷേമ പദ്ധതികൾ. അപ്പൊ ഞാൻ കുറച്ച് മാത്രമേ ചെയ്തിട്ടുള്ളൂ. വീണ്ടും നമ്മൾ മന്ത്ലി കറണ്ട് അഫയേഴ്സിൽ പുതിയത് എന്ത് ചെയ്യുന്നുണ്ട്, അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടു നോക്കുക. ആരോഗ്യക്ഷേമ പദ്ധതികൾ എല്ലാം ഒരുപാടുണ്ട് കേട്ടോ. ഒരുപാടെന്ന് വെച്ചാൽ കുറച്ചധികം ഉണ്ട് പഠിച്ചിരിക്കാനായിട്ട്. അതുപോലെ സർക്കാർ പദ്ധതികളും സാമൂഹിക പദ്ധതികളും ഉണ്ട്. ഇതെല്ലാം എന്ത് ചെയ്യുക, കറക്റ്റ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. ഇത് കൃത്യമായി പഠിച്ചിട്ട് പോവുക. ഇനി പഠിക്കാനുള്ളത് കൃതികളും കഥാപാത്രങ്ങളും. അത് ഒരെണ്ണം എന്തായാലും ചോദിക്കുന്നുണ്ട്. എല്ലാത്തിലും കൃതികളായിരിക്കും, കഥാപാത്രങ്ങളും. ചിലപ്പോൾ ബുക്കിന്റെ പേര്, ആ ബുക്കിലെ എഴുത്തുകാരനാര്, അങ്ങനെ എല്ലാം ചെയ്യും. അത് പഠിച്ചിട്ട് പോവുക. പിന്നെ പഠിക്കേണ്ട സ്പോർട്സ് വേദികളാണ് കേട്ടോ. സ്പോർട്സ് വേദികൾ എന്ന് വെച്ചാൽ അന്താരാഷ്ട്ര സ്പോർട്സും പഠിക്കുക, അല്ലാത്ത സാധാരണ നാഷണൽ ലെവൽ സ്പോർട്സുകളുണ്ടല്ലോ അത് പഠിക്കുക. അതിന്റെ വേദികൾ പഠിക്കുക. സ്പോർട്സ് വേദികൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പറയുന്നുണ്ട്. ഇതൊക്കെ എവിടുന്ന് കിട്ടും എന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട്, ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അത് കാണാം, പഠിക്കാം.
അപ്പൊ അതിന്റെ സ്പോർട്സിന്റെ വേദികൾ പഠിക്കുക. ഏതൊക്കെ മത്സരം വെച്ചാൽ ക്രിക്കറ്റ്, ഫുട്ബോള്, അങ്ങനെയുള്ള എല്ലാം ഏതാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ വേദികള്, ഈ പ്രാവശ്യം ഇനിയുള്ള വേദികള്, ഇപ്രാവശ്യം ജയിച്ചത്, കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചത്, അതിന്റെ മത്സരങ്ങൾ ഏതൊക്കെ, അതിന്റെ വിജയികൾ ആരൊക്കെ, എല്ലാം കൃത്യമായിട്ട് പഠിച്ചിട്ട് എല്ലാത്തിന്റെ വീഡിയോ ഉണ്ട് കേട്ടോ. പിന്നെ മെയിൻ ആയിട്ട് ISRO മിഷൻസ് നിങ്ങൾ എല്ലാവരും ഒരുവിധം പഠിച്ചിട്ടുള്ളതായിരിക്കും. കാരണം സ്ഥിരമായിട്ട് LDCക്കും LGSനും ചോദിക്കുന്നുണ്ട്. ആദിത്യ L1 പഠിക്കുക, മംഗൾയാൻ, ഗഗൻയാൻ, എക്സ്പോസാറ്റ് എല്ലാം പഠിക്കുക. ഓക്കെ. പിന്നെ മെയിൻ ആയിട്ടുള്ളതാണ് ദിനങ്ങളും പ്രമേയങ്ങളും. ഈ ദിവസം ഏതാണെന്ന് ചോദിക്കും. ഇപ്പൊ ചോദിക്കുന്നത് അന്നത്തെ പ്രമേയങ്ങൾ ആരായിരുന്നു, പ്രമേയങ്ങൾ എന്തായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ദിനങ്ങൾ എല്ലാ ഡേയ്സും പഠിക്കുക, ഇതിന്റെ ഈ വർഷത്തെ പ്രമേയങ്ങളും പഠിച്ചു വെക്കുക. പിന്നെ സാഹിത്യ അവാർഡുകളാണ് കേട്ടോ. സാഹിത്യ അവാർഡുകൾ ഒരുപാട് അവാർഡുകൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഇപ്പൊ കഴിഞ്ഞ ദിവസം നടന്ന LGSനും ചോദിച്ചിട്ടുണ്ട്. അപ്പം ഒരു ക്വസ്റ്റ്യൻസ് സാഹിത്യ അവാർഡുകൾ വരുന്നുണ്ട്, ദിനങ്ങൾ, പ്രമേയങ്ങൾ വരുന്നുണ്ട്, കൃതികളും കഥാപാത്രങ്ങളും ഇതിൽ നിന്നെല്ലാം ഒന്ന് വരുന്നുണ്ട്. വേദികൾ, മത്സരങ്ങൾ, വിജയികളിൽ നിന്ന് 1, 2, 3 ക്വസ്റ്റ്യനോളം വരുന്നുണ്ട്. ഓക്കെ. പിന്നെ അതുപോലെ ISRO മിഷൻസും വരുന്നുണ്ട്. പിന്നെ മെയിൻ ആയിട്ടുള്ളതാണ് നാഷണൽ സ്റ്റേറ്റ് ഫിലിം അവാർഡ്സ്. നാഷണലും പഠിക്കുക, സ്റ്റേറ്റും പഠിക്കുക. ഈ കഴിഞ്ഞത് മാത്രം പഠിച്ചാൽ മതി. അപ്പൊ കഴിഞ്ഞ ദിവസവും ചോദിച്ചിരുന്നു, കഴിഞ്ഞ LGSനും ചോദിച്ചിരുന്നതാണ് നാഷണൽ സ്റ്റേറ്റ് ഫിലിം അവാർഡ്സ്. നാഷണൽ അവാർഡ്സ് പഠിച്ചിട്ട് പോവാ. അപ്പൊ നാഷണൽ അവാർഡ്സ് എനിക്ക് തോന്നുന്നു 70ാമത് 2022 ഋഷഭ് ഷെട്ടി, നിത്യ മേനോൻ, പിന്നെ മികച്ച ചിത്രം മലയാള ചിത്രം ആട്ടമായിരുന്നു. അതിന്റെ മികച്ച മലയാള ചിത്രം സൗദി വെള്ളയ്ക്ക. അപ്പം അതെന്ത് ചെയ്യുക, അത് കൃത്യമായി പഠിച്ചിട്ട് പോവുക. അതുപോലെ തന്നെ വരുമ്പോൾ സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ സ്റ്റേറ്റിൻ്റെതും കറക്റ്റായി പഠിച്ചിട്ട് പോവുക കേട്ടോ. പിന്നെ പഠിക്കേണ്ട വിയോഗങ്ങളാണ്. അത് എല്ലാ ക്വസ്റ്റ്യൻസിലും അങ്ങനെ കാണുന്നില്ല, എന്നാലും വിയോഗങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ്. അതും നോക്കി വെച്ചേക്കുക. പിന്നെ സൂചികകളാണ് കേട്ടോ, ഇൻഡെക്സുകള്. അത് നമ്മൾ അന്താരാഷ്ട്ര സൂചികകളും പഠിക്കുക, അല്ലാതെ നമ്മുടെ ഇന്ത്യയുടെ സൂചികകളുണ്ട്, അതും പഠിക്കുക. അന്താരാഷ്ട്ര സൂചികൾ ഒരുപാടുണ്ട്. അതുപോലെ പിന്നെ ഇന്ത്യയുടെ വരുമ്പോ നിതി ആയോഗിൻ്റെത് കുറച്ച് നന്നായിട്ട് പഠിച്ചു വയ്ക്കുക കേട്ടോ. നിതി ആയോഗ് പഠിക്കുക. പിന്നെന്താ, സൂചികകളിൽ എത്ര രാജ്യങ്ങൾ ഉണ്ട് എന്നൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിന് പറഞ്ഞായിരുന്നു. ഇപ്പം ഒരു സൂചിക നമ്മൾ ചെയ്യുമ്പോഴത്തേനും അവര് കുറെ കാര്യങ്ങൾ ക്രൈറ്റീരിയ എടുത്തിട്ടാ ചെയ്യുന്നത്, കുറെ രാജ്യങ്ങളുടെ ക്രൈറ്റീരിയ. അപ്പം അതിൽ എത്ര രാജ്യങ്ങൾ മത്സരിച്ചിട്ടാണ് ഇപ്പൊ ഇന്ത്യക്കാണ് ഇതിൽ 1ാം സ്ഥാനമെങ്കിൽ അതെങ്ങനെയാണെന്ന് എത്ര രാജ്യങ്ങൾ എന്ന് വരെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതെന്ത് ചെയ്യുക, കുറച്ച് കൃത്യമായി പഠിക്കുക. കൂടാതെ നീതി ആയോഗ് ഇൻഡെക്സ് ഇല്ലേ, അതുകൂടെ പഠിച്ചു വെക്കുക. പിന്നെ ഉച്ചകോടികളും വേദികളും പഠിക്കുക. ഉച്ചകോടികൾ എന്ന് പറയുമ്പോൾ അന്താരാഷ്ട്ര ഉച്ചകോടികളും പഠിക്കുക, അല്ലാതെ ഇന്ത്യയിൽ നടന്ന ഉച്ചകോടികൾ, സമ്മിറ്റ്സ് എല്ലാം പഠിക്കുക. അതിന്റെ വേദികൾ പഠിക്കുക. ഇനി അടുത്ത ആ ഉച്ചകോടി എവിടെയാണ് നടക്കുന്നത് അതും കൂടെ പഠിക്കുക. പിന്നെ മെയിൻ ആയിട്ടുള്ളതാണ് കേരള മന്ത്രിസഭ, കേന്ദ്ര മന്ത്രിസഭ. ഇത് ഉറപ്പായിട്ടും പഠിച്ച കേരള മന്ത്രിസഭ എന്നൊരു ക്വസ്റ്റ്യൻ എല്ലാ തവണയും ചോദിക്കുന്നുണ്ട്, കേന്ദ്ര മന്ത്രിസഭ എന്നും. ഓക്കെ. അപ്പൊ എന്താണ്, ഏതൊക്കെയാണ് ഒരു മന്ത്രിയെ പഠിക്കുക. അത് ഇപ്പൊ മണ്ഡലം ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കേരള മന്ത്രിസഭയുടെ അതിന്റെ നിങ്ങൾ എന്ത് ചെയ്യുക, അതിന്റെ എക്സ്ട്രാ മണ്ഡലം കൂടെ ഒന്ന്, പുള്ളി എവിടെ നിന്നാണ് വിജയിച്ചത് എന്നുള്ള അദ്ദേഹത്തിന്റെ മണ്ഡലം കൂടി ഒന്ന് പഠിച്ചു വെച്ചേക്കുക. അതുപോലെ കേന്ദ്ര മന്ത്രിസഭ, വകുപ്പ് പഠിക്കുക, മന്ത്രി പഠിക്കുക, മണ്ഡലം പഠിക്കുക. കേന്ദ്ര മന്ത്രിസഭയിൽ മണ്ഡലം പഠിക്കുക എന്നുള്ളത് ഒരു ടാസ്ക് ആണ്. കേന്ദ്ര മന്ത്രിസഭയിൽ വീണ്ടും വകുപ്പുകൾ പഠിക്കും. മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് എക്സ്ട്രാ കുറച്ചുകൂടി വരുന്നുണ്ട്. എന്നാലും ചോദിക്കുന്നത് മെയിൻ ആയിട്ടുള്ള മന്ത്രിമാരും അവരുടെ വകുപ്പുകളുമാണ്. കേരള മന്ത്രിസഭ എന്തായാലും നന്നായിട്ട് പഠിച്ചത്. പിന്നെ വീണ്ടും വേദികൾ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, മറ്റേ വേദികൾ, സ്പോർട്സ് വേദികൾ പഠിച്ചു. അതുപോലെ അല്ലാണ്ട് വേറെ നടക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, എന്തെങ്കിലും സമ്മേളനങ്ങൾ അല്ലാതെയും സ്പോർട്സിന്റെ അല്ലാതെയും ചെറിയ നമ്മുടെ നാഷണൽ ലെവലിൽ അല്ലെങ്കിൽ കേരളത്തിൽ നടക്കുന്ന പല സമ്മേളനങ്ങളുടെയൊക്കെ വേദികൾ ഉണ്ടാവും. ആ വേദികൾ കൂടെ പഠിച്ചു വയ്ക്കുക. അപ്പം ഇത്രയും പഠിച്ചാൽ മതി എന്ന് വെച്ചാൽ ഇത്രയും പഠിച്ചാൽ മതി. ഇത്രയുമാണ് മെയിൻ ആയിട്ടുള്ളത്. ഇതിൽ നിന്ന് എന്തായാലും ഉറപ്പായിട്ടും ചോദിക്കും. ഇപ്പൊ ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഒരു 10-15 മാർക്ക് കിട്ടും. പിന്നെ ഉള്ളത് ഒരു റാൻഡം ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമല്ലോ, സ്വാഭാവികമായിട്ടും ഉണ്ടാവും. ആ ക്വസ്റ്റ്യൻസ് പഠിക്കാനായിട്ട് നമ്മുടെ മന്ത്ലി കറണ്ട് അഫയേഴ്സ് നോക്കുക. നിങ്ങൾക്ക് എവിടുന്ന് വേണോ പഠിക്കാം, അതൊന്നും പ്രശ്നമല്ല. കറണ്ട് അഫയേഴ്സിന്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത്രയും ഞാൻ പറയുന്നത്. അപ്പൊ ഇത്രയും ടോപ്പിക്സ് നന്നായിട്ട് പഠിക്കുക. അപ്പോൾ കറണ്ട് അഫയേഴ്സിൽ ഇനിയുള്ള എക്സാംസിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നമുക്ക് നമ്മുടെ ആപ്പിൽ, ചലഞ്ചർ ആപ്പിൽ കറണ്ട് അഫയേഴ്സിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, SCRT ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അതിന്റെ PDF ഉണ്ടാവും, ഡെയിലി അതിന്റെ കറണ്ട് അഫയേഴ്സിന്റെ മോക്ക് എക്സാംസ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് എക്സാംസ് ഇത് പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ ഈ 10th പ്രിലിംസ് എന്ന് പറഞ്ഞിട്ട് ഒരു കാർഡ് ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10th പ്രിലിംസിന്റെ ഫുൾ കോഴ്സ് ലഭിക്കുന്നതായിരിക്കും. കൂടാതെ നമുക്ക് ഇവിടെ ടോപ്പിക് എക്സാം
എന്നും ഡെയിലി എക്സാം എന്നും ഉണ്ട്. അപ്പൊ നിങ്ങൾ ഒരുവിധം പഠിച്ചു കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് അത് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപകാരപ്പെടുന്നതാണ് ടോപ്പിക് എക്സാംസും ഡെയിലി എക്സാംസ് എന്ന് പറയുന്നത്. എങ്ങനെയെന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ടോപ്പിക് എക്സാം ആണ് എടുക്കുന്നതെങ്കിൽ അപ്പൊ ഒരു 7 ദിവസത്തേക്ക് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്നിപ്പം ഈ ഒരു ടോപ്പിക് ഇന്നാണെങ്കിൽ ഇപ്പൊ പ്രതിരോധമാണ് പഠിക്കുന്നതെങ്കിൽ ഒരു 6 മണിക്ക് വൈകിട്ട് 6 മണിക്ക് നമുക്കത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. 9 മണി വരെ ഉണ്ടാവും. അപ്പൊ അത് ചെയ്യാം. അപ്പൊ നമുക്ക് അത് റിവൈസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ആൻസർ കറക്റ്റ് ആണോ എന്ന് നോക്കാം. അതിന്റെ എക്സ്പ്ലനേഷൻസ് നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ അടുത്ത ദിവസത്തത് കിട്ടും. ഓരോ ദിവസത്തതും നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ അടുത്തത് നമുക്ക് എന്തുണ്ട്, ഡെയിലി എക്സാംസ് ഉണ്ട് അല്ലെ. ഡെയിലി എക്സാംസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള കുട്ടികളുമായിട്ട് നമ്മൾ എവിടെ നിൽക്കുന്നു, നമ്മുടെ ഒരു നിലവാരം അറിയാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ളവരുമായിട്ട് നമുക്കൊന്ന് കോമ്പറ്റേറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. നമുക്ക് അതിന്റെ മാർക്ക് കിട്ടുന്നതായിരിക്കും, അതിന്റെ എക്സ്പ്ലനേഷൻ കിട്ടുന്നതായിരിക്കും, എല്ലാം കിട്ടും. അപ്പൊ അതിൽ നമുക്ക് ടോപ്പർ ആരാണ്, നമ്മൾ എത്രാമതാണ് നിൽക്കുന്നത് എന്ന് അറിയാൻ പറ്റും. ഇപ്പൊ നമ്മളിപ്പോ LGS ആയാലും 10th പ്രിലിംസ് ആയാലും ഇനി വരുന്ന ഡിഗ്രി പ്രിലിംസ് എക്സാം ആയാലും നമ്മൾ പ്രാക്ടീസ് ചെയ്യാം. വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് ടോപ്പിക് എക്സാമും ഡെയിലി എക്സാമും ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇതുപോലെ എന്തുണ്ട്, കറണ്ട് അഫയേഴ്സിന് ഡെയിലി എക്സാം ഉണ്ട്. കറണ്ട് അഫയേഴ്സ് ഡെയിലി അപ്ഡേറ്റും ചെയ്യുന്നുണ്ട്. അതിന്റെ എക്സാംസ് നടത്തുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യുക, നിങ്ങൾ ഇത് ഉപയോഗപ്പെടുത്തുക, ഒന്ന് റിവൈസ് ചെയ്യുക, നന്നായിട്ട് എഴുതുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.